ഇപ്പോൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ അവിടുന്ന് കാണുന്നത്. ഷൈൻ ഉൾപ്പെടെ ഹൃദയം തകർന്ന് അവിടെ നൂറുകണക്കിന് പേർ നിൽക്കുന്നു. ഷൈനും അച്ഛൻ ചാക്കോയും തമ്മിലുള്ള ആത്മബന്ധം ഒരു നിഴൽ പോലെ കൂടെ നിന്ന പിതാവ് വിട പറയുകയാണ്. അതിന്റെ ആ ഒരു ദുഃഖം താങ്ങാൻ കഴിയാതെ ഷൈൻ വിങ്ങിപ്പൊട്ടി കരയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഷൈന്റെ ചികിത്സാർത്ഥം ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ ഒരു ദുരന്തം ഈ വീട്ടിൽ സംഭവിച്ചത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ വെച്ച് കാർ അപകടത്തിൽ കഴിഞ്ഞ ദിവസം ഷൈന്റെ പിതാവ് മരിച്ചു. ഷൈനാണെങ്കിൽ ഇടത് കൈക്ക് മുട്ടിന് മുകളിലായി 3 പൊട്ടലുണ്ട്. അപ്പോൾ ആ വേദന ഒരു വശത്ത്, സ്വന്തം പിതാവ് മരിച്ച വേദന മറുവശത്ത്, അങ്ങനെ ഷൈൻ വലിയൊരു വിഷമ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കാൻ നടൻ, ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള നടൻ സൗബിൻ ഒപ്പമുണ്ട്. ഒപ്പം ചലച്ചിത്ര മേഖലയിലെ സഹപ്രവർത്തകർ കമൽ, TG രവി തുടങ്ങി ഒട്ടേറെ ആളുകൾ, ഷൈന്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, ഷൈന്റെ പിതാവിന്റെ യാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷൈന്റെ സഹോദരനും ഷൈനും 2 സഹോദരിമാരും. ഷൈന്റെ അമ്മയുടെ അവസ്ഥയാണെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ട്രെച്ചറിലാണ് അമ്മയെ ഈ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കൊണ്ടുവന്നത്. ഇടുപ്പല്ലിന് പരിക്കേറ്റതിനാൽ അമ്മയ്ക്ക് ഇരിക്കാൻ പോലും കഴിയില്ല. ഇടുപ്പല്ലിന് പൂർണ്ണ വിശ്രമം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായും സ്ട്രക്ചറിൽ കിടന്ന് ആണ് അമ്മ വന്നത്. അമ്മയ്ക്ക് ഒന്ന് എണീറ്റിരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയും മനസ്സ് ഏറ്റവും വേദനിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയുമാണ് ഷൈനും കുടുംബവും കടന്നു പോകുന്നത്. ഈ വിഷമ പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കാനായി ചലച്ചിത്ര മേഖലയിലെ സഹപ്രവർത്തകരും ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അച്ഛന്റെ മൃതദേഹത്തിനരികിൽ അമ്മ സ്ട്രക്ചറിൽ കിടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ്. കാരണം ഇന്ന് തൊട്ടടുത്തിരുന്ന് അന്ത്യചുംബനം നൽകാൻ പോലും കഴിയാത്ത രീതിയിൽ അമ്മയുടെ ഒരു ആരോഗ്യാവസ്ഥ. എല്ലാ കുടുംബത്തിലും ദുരന്തങ്ങൾ ഉണ്ടാവാം. ഈ അപകട മരണങ്ങൾ പ്രത്യേകിച്ചും ഏത് സമയത്തും അത് ഉണ്ടാകാം. പക്ഷേ ഒരു കുടുംബം ഒന്നാകെ ഒരു ബോണ്ടിങ്ങിൽ, ഒരു തിരിച്ചുവരവിലേക്ക് ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാധനനായ ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നത്. യഥാർത്ഥത്തിൽ ഷൈനിന് ഇനി കൂടുതലായിട്ടൊരു പിന്തുണ പൊതുസമൂഹം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതിൽ യഥാർത്ഥത്തിൽ അത് തുടരാം, ആ ചികിത്സ തുടരണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവിടുന്ന് കൊച്ചിയിലുണ്ടായിരുന്ന ഷൈൻ തൃശ്ശൂർ ചെന്ന് മാതാപിതാക്കളെ കൂട്ടി അവർ പാലക്കാട് ഇറങ്ങി സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ചികിത്സയ്ക്ക് പോവുകയാണ് അല്ലെ. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. ഏറ്റവും വലിയ സപ്പോർട്ടാണ്. വളരെ സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് അമ്മ. കാരണം അവര് ഈ ഏറ്റവും ഒടുവിലാണ് അവരെ ആ വിവരം അറിയിച്ചത്. അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കാര്യം. ഓക്കെ, ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ഷൈനും കുടുംബാംഗങ്ങൾക്കും പറ്റട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.